എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എൻ്റെ ട്രെയിൻ യാത്രയുടെ ഒരു വിവരണമാണ് ഇട്ടിരിക്കുന്നത്. നമുക്കത് കാണാം. ഓക്കെ. ഹായ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കൊരു ട്രെയിൻ യാത്ര. ഇതാണ് ട്രെയിനിലൂടെയുള്ള യാത്ര. നിറയെ കാഴ്ചകൾ കാണാം. അതിലുമുപരി നല്ല മഴക്കാറുണ്ട്. നല്ല ഇരുട്ട് മൂടിക്കിടക്കുന്ന മഴക്കാറ്. എപ്പോൾ വേണമെങ്കിലും പെയ്തുമ്പി നിൽക്കുന്ന മഴക്കാറ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചിയിൽ നിന്ന്. ഇപ്പോൾ ആലുവയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ പോകുന്ന ആലുവ പുഴ എല്ലാം കഴിഞ്ഞു. ആലുവ മണപ്പുറം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊച്ചിയിൽ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. ഇന്നലെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചത്. ഇന്ന് തിരിച്ച് കോയമ്പത്തൂരിലേക്ക് പോവാണ്. രണ്ട് ആകാശമൊക്കെ നല്ല കറുത്തിരണ്ട് കാർമേഘങ്ങൾ ഇരുണ്ട് മൂടിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും പൊട്ടി ഒഴുകാൻ പറ്റുന്ന മഴ പെയ്യാൻ റെഡിയായി. ഇതാ ഇനി അടുത്ത സ്റ്റേഷൻ വരാനായി. നമ്മൾ പോവാണ്. ഇനി നാളെ പൊങ്കാലയാണ്, ആറ്റുകാൽ പൊങ്കാല. കുറേ പേര് പൊങ്കാല ഇടാൻ പോകുന്നു. എനിക്കും ഇപ്രാവശ്യം പൊങ്കാല ഇടാൻ പോകണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പൊങ്കാല ഇടണമെങ്കിൽ 2-3 മാസം മുന്നേ ബുക്ക് ചെയ്യണം, ട്രെയിൻ ബുക്ക് ചെയ്യണം, അവിടെ താമസം ബുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അവിടെ പൊങ്കാല ഇടാൻ നമുക്ക് പറ്റുള്ളൂ. ഇത് നല്ലൊരു അമ്പലം. വലിയൊരു അമ്പലമാണിത്. ഇത് അമ്പലമാണെന്ന് എനിക്ക് അറിയില്ല. ഇത് വലിയൊരു അമ്പലമാണ്. നല്ല മണ്ണിൻ്റെ മണം വരുന്നുണ്ട്. മണ്ണിൻ്റെ മണം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ പൊങ്കാലിടാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് പൊങ്കാലിടാനുള്ള ഭാഗ്യമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ട്രൈ അഗെയിൻ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞ മാതിരി അടുത്ത വർഷം ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന മരം. ഇവിടെയൊക്കെ സപ്പോർട്ടിൻ്റെ ഗാർഡനാണ്. സപ്പോർട്ടയുടെ ഗാർഡനാണ്. നിറയെ സപ്പോർട്ടന്മാരുണ്ട്. ഇരിങ്ങാലക്കുട സ്റ്റേഷനെത്തി. നമ്മൾ നല്ല മഴ സ്മെല്ലുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. പക്ഷെ മഴ ചാറുന്നേ ഉള്ളൂ. അതുകൊണ്ട് മണ്ണിൻ്റെ മണം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ പെയ്തിട്ടില്ല. മഴ പെയ്യാൻ തുടങ്ങണു. നല്ല ചാറുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നെക്സ്റ്റ് ഇയർ എന്തായാലും എനിക്ക് പൊങ്കാലിടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. നോക്കാം. അപ്പോഴേക്കും ദൈവം അമ്മ എന്നെ പൊങ്കാലിടാനുള്ള ചാൻസ്, എനിക്ക് പൊങ്കാലിടാനുള്ള ചാൻസ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവർക്കും സുഖമാണെന്ന്. ഇവിടെ സ്റ്റോപ്പില്ല ഈ ട്രെയിനിന്. ഇത് തിരുപ്പതി വരെ പോകുന്ന ട്രെയിനാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങുന്നത് കോയമ്പത്തൂരാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഹസ്ബൻഡ് നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാൻ ഉറങ്ങിയില്ല. ഈ മഴയൊക്കെ പെയ്യുന്നത് കാണാനൊരു രസമാണ്. കുറേ കാലമായി മഴ കണ്ടിട്ട്. അപ്പം മഴയൊക്കെ കാണാൻ വേണ്ടി ഞാൻ എണീറ്റിരുന്നു, കിടന്നില്ല. വീട്ടിൽ പോയാലും നമുക്ക് കിടക്കാം. ഇതാണ് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ. അത് കഴിഞ്ഞ് അടുത്ത് ഇനി വരാൻ പോകുന്നത് വടക്കാഞ്ചേരി. സ്റ്റോപ്പ് ഉണ്ടോയെന്നറിയില്ല. വടക്കാഞ്ചേരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തൃശ്ശൂർ. അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട്. അപ്പോൾ ഇതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കോയമ്പത്തൂർ. അപ്പോൾ അന്ന് എൻ്റെ MRI എടുക്കാനുള്ള MRI എടുക്കാൻ പറ്റില്ല. ഞാൻ അന്ന് എല്ലാം റെഡി ആയിരുന്നു. 2 പ്രാവശ്യം MRIക്ക് കൊണ്ടുപോയിട്ട് മാങ്ങ നിറയെ ഉണ്ടായിരിക്കുന്നു. എത്രയാ മാങ്ങ മാവിലുണ്ടായിരിക്കുന്നത്. അന്ന് MRIക്ക് വേണ്ടിയിട്ട് എന്നെ മെഷീൻ്റെ ഉള്ളിലൊക്കെ കയറ്റി. ഞാൻ ഇളകി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. പിന്നെയും ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇളകില്ല എന്ന പ്രോമിസോടെ ഉള്ളിൽ കയറി. പക്ഷെ ഞാൻ ഇളകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പറയുന്നത് ഇളകി ശ്വാസം വിടാൻ പോലും പാടില്ല, വിട്ട് കഴിഞ്ഞാൽ ഷോൾഡർ അനങ്ങും എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ്. അപ്പം നാളെ റിപ്പീറ്റ് MRI സ്കാനാണ്. ഷോൾഡറിൻ്റെ എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്തോ ബസ്സുകളൊക്കെ ഉള്ള ഗ്യാരേജ് മറ്റാണ് എന്തോ ഒരു സാധനം. അപ്പം നാളെ ഇനി എടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം നാളെയും ഒരു അനസ്തീഷ്യ തന്നിട്ടാണ് അവർ MRI എടുക്കാമെന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ എന്നെ ഉറക്കി കിടത്തിയിട്ട്. അല്ലാണ്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ ഷോൾഡർ അനങ്ങുമല്ലോ ഓബ്വിയസ്ലി. കാരണം എനിക്ക് ശ്വാസം വിടാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. ഒന്നാമത് അതിൻ്റെ ഉള്ളിലുള്ള ആ സൗണ്ട് കാരണം പേടിയാണ്. പിന്നെ ശ്വാസം കൂടെ വിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇമ്പോസിബിളാണ്.
അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എനിവേ നാളെ നോക്കാം. അതെല്ലാം റിപ്പോർട്ടൊക്കെ ഓക്കെ ആയി കാണും എന്ന് വിചാരിക്കാം. ആയിരിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. കാരണം ഇപ്പോൾ എനിക്ക് കുറച്ച് വേദനയൊക്കെ കുറഞ്ഞിരിക്കുന്നു. മുഴുവൻ കുറഞ്ഞില്ലെങ്കിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അവർ എടുക്കാൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് എടുത്ത് നോക്കുകയാണ്.